الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്കാണ് ഉലൂഹിയത്ത് ചർച്ചക്ക് കൊണ്ടുവന്നത്. അതുവരെ റുബൂബിയത്തിനെ സംബന്ധിച്ച് മാത്രമേ ചർച്ചയുള്ളൂ. അള്ളാഹുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നവർ ആദ്യമായി അറിയേണ്ടത് അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ചാണ്. രണ്ടാമതായി അറിയേണ്ടത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ സംബന്ധിച്ചാണ്. മൂന്നാമതായി അറിയേണ്ടത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ചാണ്. നാലാമതായി അഞ്ചാമതായും അറിയേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ചാണ്. ഇതിൽ പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല മാനവരാശിക്ക് നൽകിയ മെസ്സേജ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ അംഗീകാരം. നാം ഇതിനു മുമ്പ് ചർച്ച ചെയ്തതുപോലെ ആകാശലോകത്ത് മനുഷ്യരുമായിട്ടുള്ള ചർച്ചയിൽ അല്ലാഹു മനുഷ്യരുമായി നടത്തിയ ആ സംവാദത്തിൽ ഊനം തിരിഞ്ഞു വരുന്ന വിഷയം എന്താണ്? അല്ലാഹുവിൻ്റെ റുബൂബിയത്ത് മാലോകർ അംഗീകരിക്കണം. അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹിദിന. അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യം. എന്താണ് ഈ റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റുബൂബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങന്ന് ഇങ്ങോട്ട് എന്തെല്ലാം കിട്ടുന്നതോ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുക. അങ്ങന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എന്ത് തന്നെയായാലും, അത് ദുന്യവിയാവട്ടെ, ഉഹ്റവിയാവട്ടെ, ദീനിയാവട്ടെ, അടുക്കളയാവട്ടെ, അങ്ങാടിയാവട്ടെ, അന്താരാഷ്ട്രമാവട്ടെ, മനുഷ്യൻ്റേതാവട്ടെ, ജിന്നിൻ്റേതാവട്ടെ, മലക്കിൻ്റേതാവട്ടെ, എന്തെന്തെന്തൊരു കാര്യമായാലും ശരി, പ്രപഞ്ചത്തിൻ്റെ അഫ്ലാക്കുകളുടെ സൂര്യ ചന്ദ്ര നക്ഷത്രാദി എന്തായട്ടെ, ദർബാറിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്.
അത് മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് അത്തൗഹീദുർ റുബൂബിയ്യ. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നതിനുള്ള തൗഹീദ്, അത് അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കുക. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരുമുണ്ട്, അപ്പോൾ തൗഹീദ് ബാത്തിലാവും. അള്ളാഹുവിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്, ഒപ്പം ഇന്ന ആളിൽ നിന്നാണുമാണ്, എല്ലാം ബാത്തിലാവും. ആ ഒപ്പം എന്നത് നാം പറഞ്ഞു നിദ്ദൻ, അള്ളാഹ്ക്ക് പകരക്കാരായിട്ടൊരു റബ്ബ്, ഔ ശരീക്കൻ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പാർട്ട്ണറായിട്ടൊരു റബ്ബ്, ഔ ലഹീറൻ അല്ലെങ്കിൽ അള്ളാഹിനെ സഹായിക്കാൻ ഒരു റബ്ബ്, ഔ ഷഫീയൻ അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയാൻ വേണ്ടിയിട്ടൊരു റബ്ബ്, ഔ വസീലൻ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഇടയാളായിട്ടൊരു റബ്ബ്. ഈ രീതിയിലുള്ള ഒന്നും റുബൂബിയത്തിൻ്റെ കാര്യത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനുള്ള തൗഹീദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ആകാശലോകത്ത് വെച്ച് അർവാഹുകൾ ചെയ്തതിനാൽ മനുഷ്യൻ എന്ന സൃഷ്ടി അവൻ്റെ ഫിത്രത്തിൻ്റെ ഭാഗമായി അള്ളാഹു കൊടുത്തതാണ് റുബൂബിയത്തിൻ്റെ അംഗീകാരം. ഒരു മനുഷ്യൻ്റെ പ്രകൃതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്ന വിഷയം. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് മതജാതി വിഭാഗക്കാരായാലും ശരി, അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മനുഷ്യകുലം. മനുഷ്യകുലം മുഴുവനും അങ്ങനെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമായാലും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമായാലും, അവിടെ നിന്ന് ഇങ്ങോട്ട് മൂസ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമായാലും, അവിടെ നിന്ന് ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽക്കിൻ്റെ കൗമായാലും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ ലോകത്ത് നിലനിൽക്കുന്ന ഏത് കൗമായാലും, ഏത് മതസ്ഥരായാലും, ഹൈന്ദവരാവട്ടെ, ക്രൈസ്തവരാവട്ടെ, ജൂതരാവട്ടെ, പാഴ്സികളാവട്ടെ, മജൂസികളാവട്ടെ, ഇവരാരായാലും, ഇനി നിരീശ്വരവാദികൾ പോലും അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ അവരുടെ ഫിത്രത്താണ് മുമ്പിൽ വരിക. നിരീശ്വരവാദികൾ പോലും അവരുടെ ഫിത്രത്താണ് അക്കാര്യത്തിന് മുമ്പ് വരിക. നാം ഓർക്കുന്നു, 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു ലോകാടിസ്ഥാനത്തിൽ. സോവിയറ്റ് റഷ്യ ശിഥിലമായി. അന്ന് അയാൾ പ്രസ്താവിച്ചൊരു വാചകം ലോകത്ത് മുഴുവനും ചർച്ചയായിരുന്നു. എന്താണ് അയാൾ പറയുന്നറിയുമോ? ഈ വ്യവസ്ഥിതി ഇനി സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഉപയോഗമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് പുതിയ പദ്ധതി ആവിഷ്കരിക്കാം. ഇവിടെ മിസ്റ്റർ ഗോർബച്ചോവിൻ്റെ നാവിൽ ദൈവം തന്ന ബുദ്ധി എന്ന് വന്നത് യാദൃച്ഛികമല്ല, അയാളുടെ ഫിത്രത്തിൻ്റെ ഭാഗമാണ്. നിരീശ്വരതയുടെയും നിർമ്മിതയുടെയും ലോകത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നേതാവാണ് അയാൾ. പക്ഷെ അയാളുടെ നാവിൽ നിന്ന് അത് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അത് നമ്മുടെ കേരളത്തിലായാലും തനി നിരീശ്വരവാദികൾ അവരുടെ കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ദൈവം അങ്ങനെയാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞ ചരിത്രങ്ങളുണ്ട്. അതൊന്നും പേരെടുത്തിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പേര് പറയാൻ കൊള്ളുന്ന സ്ഥലമല്ലല്ലോ ഇത്. അപ്പോൾ അത് പ്രകൃതമാണ്, ഫിത്രത്താണ്, മനുഷ്യൻ്റെ ഫിത്രത്താണ്. എത്ര വലിയ നിരീശ്വരവാദിയായാൽ പോലും ഇസത്തിൻ്റെ വക്താവായ മാക്സ് മുതൽ നിരീശ്വരതയുടെ വക്താവായ ഇടമുറക് വരെ വ്യക്തി ജീവിതത്തിൽ അടുക്കളക്കാര്യത്തിൽ ദൈവം എന്ന പ്രയോഗം നടത്തിയതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടന്നിട്ട് സമയം കളയുന്നില്ല. ഞാനത് പറഞ്ഞത് അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല, മറിച്ച് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്, പ്രകൃതിപരമാണ്. ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കാൻ പാകത്തിലാണ് മനുഷ്യനെ അള്ളാഹ് പടച്ചത് തന്നെ. അതുകൊണ്ടാണല്ലോ കൂട്ടരെ ജന്മം ഇസ്ലാമിലാകുന്നത്. മനുഷ്യ ജന്മം ഇസ്ലാമിലല്ലേ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും ജനിക്കുന്നത് ഇസ്ലാമിലാണെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ, അതിൻ്റെ പേരിലാണ്. അപ്പൊ ഈ റുബൂബിയ്യത്ത് അംഗീകരിക്കുക എന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന ദൗത്യം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ ഭാര്യക്കും പിന്നീടുണ്ടായ മക്കൾക്കും പഠിപ്പിച്ചു കൊടുത്തത് റുബൂബിയ്യത്താണ്. അള്ളാഹു ആണ് റബ്ബ് എന്നതാണ്. കാരണം ആകാശത്തിൽ വെച്ച് അനുഭവിച്ചവർ വന്നത് അങ്ങനെയാണ്. അള്ളാഹു അല്ലാത്തൊരു ഷെയ്ഖിനെ ആദമിന് പരിചയമില്ല, ഒരു വലിയനെ പരിചയമില്ല. ഈ വിഷയത്തിൽ ഒരു മലക്കിനെയോ ജിന്നിനെയോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിചയമില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തും സ്വർഗലോകത്തും ഭൂമിയിൽ വന്നിട്ടും ഏതൊരു അള്ളാഹുവുമായിട്ടാണോ ആദം നബി ചർച്ച ചെയ്തത്, ഏതൊരു വിഷയമാണോ ചർച്ച ചെയ്തത്, എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് ആദം ഹവ്വാക്ക് പറഞ്ഞു കൊടുത്തത്. ആദമും ഹവ്വാവും ഭാര്യ ഭർത്താക്കന്മാരും മക്കളുണ്ടായപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. നേർക്ക് നേരെ 10, 40, 41 മക്കളുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ആദം നബിക്ക് 21 ആമക്കളും 20 പെൺമക്കളും. സ്വാഭാവികം. ഈ മക്കൾക്കൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന തർബിയത്ത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ തർബിയത്താണ്. അതിനാണ് അള്ളാഹു താല ആദമിനെ നബിയാക്കിയത്.
നുബുവത്ത് മതി റുബൂബിയത്ത് മനസ്സിലാക്കി കൊടുക്കാൻ. റിസാലത്ത് വരുന്നത് ഉലൂഹിയത്തിന്റെ ചർച്ചയുമായിട്ടാണ്. റിസാലത്ത് വരുന്നത് ഉലൂഹിയത്തിന്റെ ചർച്ചയുമായിട്ടാണ്. എന്താണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് അംഗീകരിച്ചപ്പോൾ റബ്ബിനെ അംഗീകരിക്കലായി. അതിനാൽ ഇങ്ങുന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. ഇതാണ് ഉലൂഹിയത്ത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ, എളുപ്പത്തിൽ മനസ്സിലാകാനാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. റുബൂബിയത്ത് റബ്ബ്, അള്ളാഹു റബ്ബാണ്. അള്ളാഹു റബ്ബാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ ഇങ്ങോട്ട് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അതെൻ്റെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ലാ റബ്ബ ഇല്ലല്ലാ, ഐ ലാ മാലിക ഇല്ലല്ലാ, ലാ ഖാലിഖ ഇല്ലല്ലാ, ലാ മുദബ്ബിറ ഇല്ലല്ലാ. അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതും അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. അങ്ങനെ ഒരു ചർച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഉണ്ടായില്ല. കാരണം ആരും തന്നെ അള്ളാഹ്ക്ക് അല്ലാതെ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ആ കാലഘട്ടത്തിൽ. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പേരിൽ ഈ ഭൂലോകത്ത് നൽകിയ നുബുവത്തിന്റെ ആദ്യത്തെ ദറജ കിട്ടിയത് ആദമിനാണ്. അപ്പൊ അള്ളാഹു തന്നെ പറഞ്ഞതാണ് ഇന്നല്ലാഹ അസ്തഫ ആദം, തീർച്ചയായും അള്ളാഹുവാണ് ആദമിനെ തെരഞ്ഞെടുത്തത് എന്ന്. ആദമിന്റെ തെരഞ്ഞെടുപ്പ് നുബുവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ആദമിൻ നബിയാണ്. എന്താണ് നബിന്റെ ജോലി? അള്ളാഹുവിന്റെ റുബൂബിയത്ത് സ്ഥിരപ്പെടുത്തി കൊടുക്കുക. ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ടതാ അള്ളാഹുവാണ് നമുക്കിതെല്ലാം തന്നത് കേട്ടോ, അള്ളാഹുവാണ് തരുന്നത് കേട്ടോ, അള്ളാഹുവാണ് തരുന്നത് കേട്ടോ, അതുകൊണ്ട് അള്ളാഹുവിനെ തന്നെ അനുസരിക്കണം കേട്ടോ, അള്ളാഹുവിന്റെ കൽപ്പന തന്നെ പൂർത്തിയാക്കണം കേട്ടോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിന് ശേഷം ആ ശരീഅത്ത് ഉണ്ടാക്കി കൊടുത്തു. നോമ്പ് ആ കാലഘട്ടത്തിൽ ഫർളായിരുന്നു, നിസ്കാരം ആ കാലഘട്ടത്തിൽ ഫർളായിരുന്നു, അതേപോലെ കുടുംബ ബന്ധം പാലിക്കൽ ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആദം മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിന് ശേഷമുള്ള തലമുറ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്നാം തലമുറ, അവരും ഇതേ തർബിയത്തിൽ തന്നെയാണുള്ളത്. അള്ളാഹു തആല ശീസ് നബിയെ നബിയാക്കി അയച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നിന്ന് വിട്ടുപോകാതെ, അള്ളാഹു എന്ന ചിന്തയിൽ നിന്ന് വിട്ടുപോകാതെ, ഒരു ശ്വാസോച്ഛ്വാസം പോലും എൻ്റെ അള്ളാഹു തരുന്നതാണ് എന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാണ് നബിമാരെ അയച്ചത്. രണ്ടാമത്തെ നബിയായ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. അതിനുശേഷം അവർക്ക് തർബിയത്ത് കൊടുക്കാൻ അള്ളാഹു തആല ചെയ്തത് എന്താണ്? ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയാക്കി അയച്ചു. ഇവരാരും റസൂലല്ല. കാരണം ഇവരാരെ കാലത്തും ഉലൂഹിയത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഉലൂഹിയത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരാതിരുന്നത്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന ശീലക്കാരാണ് അവരെല്ലാം. അള്ളാഹു അല്ലാത്ത ആർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവരെല്ലാവരും. അവർക്ക് ആരും ഇപ്പൊ ചർച്ചയേ ഇല്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല. സ്വാഭാവികമായിട്ടും ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു, വഫാത്തായി. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം പിന്നെ അള്ളാഹു തആല തർബിയത്ത് പൂർത്തിയാക്കിയത് ഉലമാക്കളെ കൊണ്ടാണ്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികളും ആ ഗുരുകുലത്തിൽ വളർന്നു വന്നവരുമാണ് ആര്? വദ്, സുവാഹ് മുതലായ ഖുർആൻ സൂറത്ത് നൂഹിൽ പറഞ്ഞിരിക്കുന്ന 5 പണ്ഡിതന്മാര്. ആ 5 പണ്ഡിതന്മാരാണ് പിന്നീട് ഈ തർബിയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 5 പണ്ഡിതന്മാർ ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി. അവരെയൊക്കെ ഇറാഖിലെ പൊതു ഖബറിസ്ഥാനിൽ അടക്കം ചെയ്യാനും തുടങ്ങി. ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയത്ത് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ 5 പേര് മരിക്കുന്നതിന് മുമ്പ് തന്നെ ശൈത്താൻ അയാളുടെ ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദമോടൊപ്പം ആകാശത്തിൽ നിന്ന് പരിശീലനം കിട്ടിയിട്ട് വന്ന ആളാണ് ശൈത്താൻ എന്ന കാര്യം നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ശൈത്താൻ സാങ്കല്പികമല്ല, ആദമിനെ പോലെ യാഥാർത്ഥ്യമാണ്. ആദം എത്രത്തോളം ഹക്കീക്കത്താണോ അതേപോലെ ഹക്കീക്കത്താണ് ശൈത്താനും. ആദമിന് ഏത് രീതിയിലാണോ ആകാശത്തിൽ തർബിയത്ത് കിട്ടിയത് അതേ തർബിയത്താണ് ശൈത്താനും കിട്ടിയത്. ആദമുമായിട്ട് അല്ലാഹു തആല എന്തൊക്കെ കാര്യങ്ങളാണോ ചർച്ച ചെയ്തത് അതേപോലെ തന്നെയാണ് ശൈത്താനുമായിട്ട് അല്ലാഹു തആല ചർച്ച ചെയ്തത്. ഇത് നമുക്ക് അതൊന്നും വിട്ടുകൂടാ. അത് നമ്മളെ ബുദ്ധിക്കൊക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവന്റെ ആൾക്കാരായിട്ട് നമുക്കത് മാറ്റിക്കൂടാ. ആദമിനെ അംഗീകരിക്കും പോലെ ശൈത്താനെ അംഗീകരിക്കണം. ആദമിന്റെ ഹിദായത്ത് പറയുന്നത് അംഗീകരിക്കും പോലെ ശൈത്താന്റെ ദലാലത്തിനെയും അംഗീകരിക്കണം. രണ്ടും ഹക്കാണ്. അതുകൊണ്ട് തന്നെ ഹിദായത്ത് സ്വീകരിക്കണം, ദലാലത്ത് തള്ളണം. ദലാലത്ത് അതങ്ങ് പോയിക്കോളും, അത് പറ്റൂല, പോവില്ല. അങ്ങനെയാണെങ്കിൽ ഹിദായത്ത് അങ്ങ് വന്നോളും എന്നും പറയേണ്ടി വരും. ഹിദായത്ത് അങ്ങ് വന്നോളും ഇല്ല, അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായിട്ട് കിട്ടേണ്ടതാണ്. അതേപോലെ ദലാലത്തങ്ങ് പൊയ്ക്കോളും ഇല്ല, അള്ളാഹു തആല നമ്മളോടുള്ള കൃപ കൊണ്ട് ദലാലത്തിനെ പോക്കലാണ്. ഇവിടെ ശൈത്താൻ അയാളുടെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അയാളുടെ ജോലി? അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നതിൽ നിന്ന് വ്യതിരിപ്പിച്ച് അള്ളാഹു അല്ലാത്തവരും ആവശ്യമാണ് എന്ന് വരുത്തി തീർക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും ദലാലത്തിന്റെ മയന. എന്താണ് ദലാലത്ത്? ഒരാവശ്യം വരുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് ഹിദായത്ത്.
ഒരാവശ്യം വരുമ്പോൾ അള്ളാഹുവോടൊപ്പം മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നതിൻ്റെ പേരാണ് ദലാലത്ത്. ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 10ാമത്തെ തലമുറ, ആ തലമുറയിലാണ് ഷൈത്താന്റെ തന്ത്രം വിജയിക്കുന്നത്. അതുവരെ ഷൈത്താൻ കളിച്ചത് എന്താണ്? നിങ്ങളെ കാര്യം നടക്കാൻ അല്ല മാത്രം പോരാ, ആദമും കൂടി വേണം. അതുകൊണ്ട് ബിഹക്കി അല്ലെങ്കിൽ ബിജാഹി ആദം അല്ലെങ്കിൽ ഇലാ ഹദ്റത്തി ആദം അൽ ഫാത്തിഹ, അതില്ലാതെ നിങ്ങളെ കാര്യം നടക്കൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ രക്ഷിച്ചു. സീസിന്റെ തർബിയത്ത് വിജയിച്ചു. ഇദ്രീസ് നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നത്തെ ശബം തുടങ്ങിയത്. ആദ്യത്തെ ഖബർ ആദം നബിന്റെ ഖബർ, രണ്ടാമത്തെ ഖബർ ശീസ് നബിന്റെ ഖബർ, മൂന്നാമത്തെ ഖബർ ഇദ്രീസ് നബിന്റെ ഖബർ. ഇവിടെ ഒന്നും ഷൈത്താന്റെ പ്രയോഗം, നബിമാരുടെ തർബിയത്ത് ശക്തമായി നിൽക്കുന്നത് കൊണ്ട് ഷൈത്താന്റെ പ്രയോഗം അൽഹംദുലില്ലാ നടക്കുന്നില്ല. പിന്നെയാണ് ഈ 5 ഔലിയാക്കളെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പരിശ്രമം തുടങ്ങിയത്. അത് തുടക്കത്തിൽ തന്നെ ഈ ഔലിയാക്കൾക്ക് ഇലാ ഹദ്റത്തി അൽ ഫാത്തിഹ പറയണമെന്നല്ല ഷൈത്താൻ പഠിപ്പിച്ചത്. ഈ 5 ഖബർ കാണിച്ചിട്ട് ആ തലമുറ അവരെ ജീവിച്ചിരിക്കുന്ന, അവരെ കണ്ണുകൊണ്ട് കണ്ട ജീവിച്ചിരിക്കുന്നവരോട്, ഇത് നിങ്ങളെ ഉസ്താദുമാരെ ഖബറല്ലേ, ഇതിങ്ങനെ കാലിയായിട്ട് കിട്ടാൻ പറ്റുമോ? സാധാരണക്കാരനെ വിട്ട പോലെ വിടാൻ പറ്റുമോ? ഒരു വില വേണ്ടേ ഉസ്താദുമാരോട്, ഒരു ബഹുമാനം വേണ്ടേ ഉസ്താദുമാരോട്? ഇവരൊക്കെ നിങ്ങൾക്ക് ശൈഖന്മാരല്ലേ? അതെ, ബഹുമാനപ്പെട്ട ഈ അബ്ബാസ് റളിയല്ലാഹു അങ്ങനെയാണ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് അങ്ങനെയാണ് നമുക്ക് അവരെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഇവരെല്ലാം ഈ കൂട്ട അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, ഇവരൊക്കെ സ്വാലിഹീങ്ങളായ ഒരു കൂട്ടം മനുഷ്യരാണ് എന്നാണ് സൂറത്തു നൂഹിൽ നിന്ന് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു വിശദീകരിച്ചു തന്നത്. ആ 5 ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു, ആദ്യം മരത്തിന്റെ കുറ്റി കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു, തിരിയാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട്. നിങ്ങളുടെ തലമുറകൾക്ക് ഉസ്താദുമാരെ ഖബറാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നും ചെയ്യണ്ട. ആ തലമുറ കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുറ്റി ചെതലരിക്കാൻ തുടങ്ങി. ബിൻ അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നാണ് നിവേദനം. കുറ്റി ചെതലരിക്കാൻ തുടങ്ങി. കല്ലെടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിന്? അത് എന്നേക്കും നിലനിൽക്കണം, ഇത് ബഹുമാനപ്പെട്ടവരെ ഖബറാണ്, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നത്തെ തലമുറയിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ ഉപ്പുപ്പുമാരും ഉസ്താദുമാരും ചെയ്തു വെച്ചതാണ്, ഇത് കാണുന്നില്ല എത്ര പഴക്കമുണ്ട് ഈ ഖബറിന്, എത്ര പഴക്കമുള്ള കല്ലാണ് നോക്കിയേ. അവരെല്ലാം അള്ളാഹുവിനോട് സ്വന്തം ചോദിച്ചില്ലല്ലോ. അള്ളാഹുവിന് അടയാളങ്ങളൊക്കെ മഹാന്മാരായതുകൊണ്ടല്ലേ ഈ കല്ലെടുത്ത് വെച്ചിട്ട് 1000കണക്കിന് ഖബറുകളെ കൂട്ടത്തുനിന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ തലമുറ ഇലാ ഹദ്റത്തിലെത്തി, ആ തലമുറ ഇലാ ഹദ്റത്തി അൽ ഫാത്തിഹയിലെത്തി. അതെ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് പകരക്കാരായിട്ട് ഔലിയാക്കളും കൂടി ചരിത്രത്തിൽ വന്നു. ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂല. ഇപ്പോഴാണ് റിസാലത്ത് വരുന്നത്, ഇപ്പോഴാണ് അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ വരുന്നത് ചർച്ചയിൽ. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആ ഖൗമിനോട് പറഞ്ഞത് എന്താണ്? അൻ അൻദിർ ഖൗമക് മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം. നൂഹേ, ഖൗമ് പിഴച്ചിരിക്കുകയാണ്, അപകടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്, കടുത്ത ശിക്ഷ ഞാൻ തർത്തീബാക്കി വെച്ചിട്ടുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജാറത്തിൽ നിന്ന് പിൻവലിഞ്ഞോളാൻ വേണ്ടി പറ. അവർ ചെയ്തത് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന വിഷയമുണ്ട്, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു. നൂഹ് നബി ഭയങ്കരമായ തെറ്റ്, ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ തിരുത്തണം എന്ന് നൂഹ് നബി ഖൗമിനോട് പറഞ്ഞ തെറ്റ് എന്താണ്? ഈ 5 ഖബറും പുറത്തു പോയിട്ട് ഇലാ ഹദ്റത്തി പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു തെറ്റ് ആ കാലഘട്ടത്തിലെ ജനം ചെയ്തതായിട്ട് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ താരീഖ് കൊണ്ടോ ഈ ജാറത്തി പോക്കല്ലാതെ വേറെ എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എന്നിട്ടും മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, കെട്ടുകെട്ടുത്ത ശിക്ഷ നിങ്ങളെ പിടികൂടാൻ പോകുന്നുണ്ട് എന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. നൂഹ് എന്ന് പറഞ്ഞിട്ടാണ് നൂഹ് നബിനെ റസൂലാക്കി അയക്കുന്നത്. എന്നിട്ട് നൂഹ് നബി പറയുന്ന വിഷയം എന്താ? മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഇവിടെയാണ് ഇലാഹ് ചർച്ച ചെയ്യുന്നത്. മാ ലക്കും മിൻ റബ്ബിൻ ഗൈറുഹു എന്നല്ല. കാരണം റബ്ബിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ ആ ഖൗമിന് സംശയമില്ല. അള്ളാഹുവാണ് മാലിക് എന്നുള്ള കാര്യത്തിൽ ആ ഖൗമിന് സംശയമില്ല. അള്ളാഹുവാണ് റാസിഖ് എന്നുള്ള കാര്യത്തിൽ ആ ഖൗമിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് വെക്കുന്നവരാണ്, എല്ലാവരും ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ടില്ല. അവരാകെ ചെയ്ത ജോലി എന്താണ്? ഇതിനെല്ലാം പുറമെ പുതുതായിട്ട് കിട്ടിയ ഈ 5 ഖബറുകളെ അള്ളാഹ്ക്ക് ഇടയാളുകളാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവരെയും കൂടി കൂട്ടാൻ വേണ്ടി മെനക്കെട്ടു. അപ്പൊ തന്നെ അള്ളാഹു താല ഇടപെട്ടു പറ്റൂല. ഇവിടെ അള്ളാഹു താല ഉപയോഗിച്ചത് ഈ 5 ജാറങ്ങളെ സംബന്ധിച്ച് അള്ളാഹു താല ഉപയോഗിച്ച വാക്ക് ഇലാഹുകൾ എന്നാണ്. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആകുന്ന റബ്ബ്, ആ റബ്ബിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയ്ക്ക് നിർത്തുന്ന മറ്റുള്ളവർ, അവർക്കാണ് ഇലാഹ് എന്ന പ്രയോഗം. അതിൻ്റെ ഏകവചനമാണ് ഇലാഹ്.
ബഹുവചനമാണ് ആലിഹത്ത്. ബഹുവചനമാണ് ആലിഹത്ത്. ഇവിടെയാണ് ഇലാഹ് എന്നുള്ള പ്രയോഗം വരുന്നത്. അപ്പം ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി ചരിത്രത്തിൽ ലോകത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിക്ർ, ഒരു തൗഹീദിന്റെ വാചകം, ഒരു വിപ്ലവ വാക്യം, അത് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബിയാണ് ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊതുരംഗത്ത് ചർച്ചയ്ക്ക് തുടങ്ങിയത്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുവരെ ഒരു പ്രശ്നവുമില്ല. നൂഹ് നബിൻ്റെ റൂലിലൂത്ത് ആദം നബിൻ്റെ കാലത്ത് പ്രശ്നമില്ല, അതേപോലെ തന്നെ ശീസ് നബിൻ്റെ കാലത്ത് പ്രശ്നമില്ല, അതേപോലെ തന്നെ ഇദ്രീസ് നബിൻ്റെ കാലത്തും പ്രശ്നമില്ല, ഈ 5 ഉസ്താദുമാരുടെ കാലത്തും പ്രശ്നമില്ല. എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു, റാഹത്തിൽ ജീവിക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ജാറത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി അള്ളാഹ് നൂഹ് നബിയെ റസൂലാക്കി അയച്ചിട്ട് പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് വേറൊരാൾ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദ, അള്ളാഹ് ഒറ്റക്കേ പറ്റുള്ളൂ. ലാ ശരീകല, ഒന്നിനെയും കൂട്ടുകൂട്ടാൻ പറ്റൂല. യുഹ്യി, അവനാണ് ജീവിപ്പിക്കുന്നവൻ. വയുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ. ലഹുൽ മുൽക്കു, അവനാണ് എല്ലാ ആധിപത്യവും. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, എല്ലാ കാര്യത്തിലുള്ള ക്രെഡിറ്റ് അവന് മാത്രമാണ്. യുഹ്യി, അവനാണ് ജീവിപ്പിക്കുന്നവൻ. വയുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ. വഹുവ, അവൻ തന്നെയാണ് അലാ കുല്ലി ശൈഇൻ ഖദീർ, എന്ത് കാര്യങ്ങളും ചെയ്യാൻ താക്കത്തുള്ളവൻ. നൂഹ് നബിയാണ് ഈ കലിമ ലോകത്തോട് പറയാൻ തുടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അങ്ങോട്ട് മുർസലീങ്ങളായിട്ട് 313 പേരെയാണ് നിയോഗിച്ചത്. അതേ സമയത്ത് നബിയായിട്ട് നിയോഗിച്ചത് 1,24,000 പേരെയാണ്. ഈ 1,24,000 പേര് എന്തിനു വേണ്ടി വന്നതാ? അതാത് കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ അള്ളാഹു ആണ് അള്ളാഹു ആണ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി വന്നതാണ് നബിമാര്. അള്ളാഹു അല്ലാത്ത ജാറത്തിലേക്ക് പോയവരോട് അത് പറ്റൂല എന്ന് പറയാനാണ് റസൂലുകൾ. മനസ്സിലാകുന്നുണ്ടല്ലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ് റസൂലുകൾ അയച്ചത്. റസൂലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വരാൻ കാരണം ദിക്ർ കൽപ്പിക്കാനല്ല, ദിക്ർ നടത്താനല്ല, ദിക്ർ നടത്തിയിട്ട് ബിരിയാണി തിന്നാനും അല്ല. ആ കാലഘട്ടത്തിലെ ജനം അതിനു മുമ്പ് മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളെ ആശ്രയിച്ച് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇവരെ ഇടയാളകളാക്കി നിർത്താൻ തുടങ്ങുമ്പോഴാണ് അതാത് സമയത്ത് റസൂലുകളെ ആക്കുന്നത്. അള്ളാഹു താല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ അത് ആ ചരിത്രപരമായ പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് ആ തലമുറയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൂദ് നബി വന്നു, പിന്നെ സാലിഹ് നബി വന്നു. ആ കാലഘട്ടത്തിലെല്ലാം അവരെല്ലാം മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഒരു മുമ്പ് കഴിഞ്ഞു പോയ നബിമാരെ അനുസരിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പോക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഒപ്പം മുമ്പ് മരിച്ചുപോയ ആൾക്കാരെ ഇടയ്ക്ക് നിർത്തുന്നവരാണ്. അവരിലേക്കാണ് സാലിഹ് നബി അള്ളാഹു നിയോഗിക്കുന്നത്. പിന്നീട് അള്ളാഹു തല ഹൂദ് നബിയെ നിയോഗിക്കുന്നത്. പിന്നീട് അള്ളാഹു തല ലൂത്ത് നബിയെ നിയോഗിക്കുന്നത്. പിന്നീട് അള്ളാഹു തല ഇബ്രാഹിം നബിയെ നിയോഗിക്കുന്നത്. ഇവിടെ എല്ലാം ഈ നബിമാര് വരുന്നത് ആരിലേക്കാണ്? ഒരു പ്രത്യേക മതക്കാരിലേക്കല്ല, മുസ്ലിമീങ്ങളിലേക്കാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് വെക്കുന്നവരാണ്, അവർ അള്ളാഹുവായിട്ട് അടുക്കുന്നവരാണ്, അള്ളാഹ് റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്, റാസിഖ് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ്, മാലിക് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ്, മുദബ്ബിർ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ എന്ത് തെറ്റ്? അള്ളാഹിനെ കിട്ടാൻ നമ്മൾ യോഗ്യരല്ല. അപ്പൊ യോഗ്യതയുള്ള ആൾക്കാരെ ഇടയ്ക്ക് നിർത്തിയാലേ അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന ശൈത്താന്റെ ശ്രമമാണ് റസൂലുകൾ വരാനും അതിനെ എതിർക്കാനും കാരണമായി. അവസാനം അത് വന്നെത്തുന്നത് ആരിലാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഏതാണ്ട് ഒരു 7500 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നത്. നൂഹ് നബിയാണ് ആദ്യത്തെ റസൂല്, മുഹമ്മദ് നബിയാണ് അവസാനത്തെ റസൂല്. എന്നാൽ ഇവരെല്ലാം നബിമാരും ആണ്. മുഹമ്മദ് നബിക്ക് ആദ്യം കിട്ടിയത് നബിയാണ്. ഹിറാ പർവ്വതത്തിൽ വെച്ച് കിട്ടിയത് നുബുവത്തിന്റെ സ്ഥാനമാണ്. റിസാലത്തിന്റെ സ്ഥാനം പിന്നെയാണ് കിട്ടുന്നത്. നുബുവത്തിന്റെ സ്ഥാനം റുബൂബിയ്യത്തിലുള്ള തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പം മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് തർബിയത്ത് വേണം. ഖദീജ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ഖദീജക്ക് തർബിയത്ത് വേണം. അവരൊക്കെ അള്ളാഹുവിനെ അബ്ജയ്യമായി വിശ്വസിക്കുന്നവരാണ്. അതിൽ ഉറച്ചു നിൽക്കാനുള്ള തർബിയത്താണ് നുബുവത്തിലൂടെ അള്ളാഹു താല അവർക്ക് കൊടുത്തത്. ഏതാണ്ട് ചില അഭിപ്രായ പ്രകാരം 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലായിട്ട് വരുന്നത്. റസൂലാക്കുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്തിലൂടെയാണ് റസൂലാകുന്നത്. ഇഖ്റഇ ബിസ്മി എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് നബി ആയത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ റസൂലായത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് നിലവിലുള്ള ഇടയാളുകളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. അന്ന് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള ആൾക്കാരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു, പാരമ്പര്യക്കാരായിരുന്നു.
അവരൊക്കെ ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവരൊക്കെ ഇസ്മായിലി ദീനനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവരൊക്കെ കൃത്യമായി കഅബാലയത്തിൽ ചെന്ന് തവാഫ് നിസ്കരിക്കുന്നവരായിരുന്നു. അവരൊക്കെ വിളവെടുക്കുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കുന്നവരായിരുന്നു. അവർ കൃത്യമായിട്ട് ഉംറ ചെയ്യുന്നവരായിരുന്നു. റസൂല ജനിക്കുന്നതിന് മുമ്പേ കൃത്യമായി അടുക്കും ചിട്ടയോടെ ഹജ്ജ് നടക്കുമായിരുന്നു. ആ ഹജ്ജിന്റെ നേതൃത്വം ഖുറൈശികൾക്കാണ്. അവർ കൃത്യമായി മിനായിൽ പോയി താമസിക്കുമായിരുന്നു. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ഹജ്ജിന്റെ അമാലുകളിൽ അന്ന് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്തതിൽ ഒരു മാറ്റവും മുഹമ്മദ് നബി വരുത്തിയിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിൽ ഒരു മാറ്റവും ഹജ്ജിന്റെ ഇല്ല. തൽബിയത്തിൽ അവസാനത്തെ വാൽക്കഷ്ണം മുറിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. തൽബിയത്ത് വരെ അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്ത് ചൊല്ലിയ തൽബിയത്താണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് സുന്നത്താക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അന്നേ ഇബ്രാഹിം നബിന്റെ കാലം, ഇസ്മായിൽ നബിന്റെ കാലം, ഏതാണ്ട് ആയിരക്കണക്കിന് 4000-4500 കൊല്ലത്തോളം ഈ തൽബിയത്താണ് നിലവിലുള്ളത്. അഷ്റഫുൽ ജനിക്കുന്നതിൻ്റെ ഒരു 500 കൊല്ലം മുമ്പ് ഉപ്പുപ്പ കുസൈന്റെ കാലത്ത് ഔലിയാക്കൾ എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മഹത്തുക്കളെ തൃപ്തിപ്പെടുത്താൻ എന്നോണം സാധാരണക്കാരനെ വഞ്ചിക്കാനും പറ്റിക്കാനും അവർ ആത്മീയ ബന്ധം സാധാരണക്കാരുടെ ആത്മീയ ബന്ധം മരിച്ചുപോയ മഹത്തുക്കളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുസൈ എന്ന ഉപ്പാപ്പാന്റെ കാലത്ത് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഹുസായി ഗോത്രക്കാരനാണ് ഈ തൽബിയത്തിന്റെ അവസാനം ഒരു വാൽക്കഷ്ണം കൂട്ടിച്ചേർത്തത്. നമ്മുടെ കാലഘട്ടത്തിലെ നാരിയത്ത് സലാത്ത് പോലെ, നമ്മുടെ കാലഘട്ടത്തിലെ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഈ കൂട്ടിച്ചേർക്കൽ പരിപാടി നബിതങ്ങൾ പറഞ്ഞായിരിക്കും അസിൽ, അതിൻ്റെ ഒക്കെ ഉസ്താദുമാരെ വകയുണ്ടാവും. ഇതേപോലെ ഉസ്താദുമാരെ വക അന്ന് കൂട്ടിച്ചേർത്തതാണ് ഇല്ലാ ശരീകൻ ഹുവലക് തംലിക്കുഹു വമാ മലക്. അത് സാധാരണക്കാരൻ്റെ ഔലിയാക്കന്മാരെ മഹത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഷീഈ മൊല്ലമാരുടെ പൂർവികന്മാരായ ഖുറൈശികൾ, ഇവിടുത്തെ ഷീഈ മൊല്ലമാരുടെ പൂർവികന്മാരാണ് ആര്? അവരുടെ നേതാവാണ്, ഏറ്റവും വലിയ മുഫ്തിയാണ് അബൂ താലിബ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മുത്തവല്ലിയാണ് അബൂ ലഹബ്. അതേപോലെ തന്നെ ഇവിടുത്തെ സാങ്കേതിക കാര്യങ്ങൾ, റവന്യൂ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് അബൂ ജഹൽ. ഇവരൊക്കെ കഅബാലയത്തിന്റെ ആൾക്കാരാണ്. ഇവരൊക്കെ സാധാരണക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഔലിയാക്കൾക്ക് ഒരു പങ്കും കൂടി അതിൻ്റെയൊക്കെ വാല് കൂട്ടിയിട്ടു. ഇല്ലാ ശരീക്കൻ, ഒരു പാർട്ട്ണർ ഒഴികെ, ഇല്ലാ ശരീക്കൻ, ഒരു പാർട്ട്ണർ ഒഴികെ, ഹുവലക്, ആ പാർട്ട്ണർ പുറത്തുള്ള ആളല്ല, അള്ളാഹ്ക്കുള്ള ആൾ തന്നെയാണ്. അങ്ങനെ തന്നെ ഇന്നത്തെ ശേഖന്മാർ, ഇന്നത്തെ വല്ലമാരും പറയുന്നത് ഈ ഔലിയാക്കൾ എന്നാ പുറത്തുള്ളവരാണോ? അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ? ഔലിയാക്കളെ പറ്റി അള്ളാഹു തആല എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ എന്തെല്ലാം ഇതേ തന്നെയാണ് അവരും പ്രസംഗിച്ചത്. അന്നത്തെ ശൈഖന്മാർ, അന്നത്തെ ഉസ്താദുമാരായ അബൂ താലിബ് അടക്കമുള്ള ശൈഖന്മാർ അതന്നെയാണ് പ്രസംഗിച്ചത്. എന്താണ് അവർ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവലക്. അള്ളാഹുവേ, ഈ ഔലിയാക്കന്മാർ, ശേഖന്മാർ, ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാഗ്, യഊഖ്, യഗൂസ്, നസ്ർ, ഇതെല്ലാം നിനക്കിഷ്ടപ്പെട്ട മഹാന്മാരാണല്ലോ അള്ളാഹുവേ. അവരൊക്കെ നിന്റെ ആൾക്കാരാണ്. അവരൊഴിച്ച് വേറെ ആരെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ലാ ശരീക്കലക്ക് പറഞ്ഞിട്ട് ഇല്ലാ ശരീക്കൻ ഹുവലക്. നിനക്കായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നീ ബഹുമാനിച്ച് ആദരിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊഴികെ തംലിക്കുഹു, അവരുടെ ഉടമസ്ഥാധികാരം നിന്റെ കയ്യിലാണ്. അവർ പുറത്തു വന്നൊന്നല്ല. അള്ളാഹുവേ, നീയാണ് അവരെ വലിയാക്കിയത്, നീയാണ് അവരെ വലിയ ഷെയ്ഖാക്കിയത്, നീയാണ് അവർക്ക് വലിയ കറാമത്തെല്ലാം കൊടുത്തത്. തംലിക്കുഹു വമാ മലക്, അവരെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ടോ, ആ കഴിവുകളൊക്കെ നീ കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് അവരെയും കൂടി ഞങ്ങൾ പരിഗണിക്കുന്നു നിന്റെ ഒന്നിച്ച്. ഇത് കൂട്ടിക്കെട്ടിയത് റസൂലുള്ളാഹി വരുന്നതിൻ്റെ ഏതാണ്ട് ഒരു 300-400 കൊല്ലം മുമ്പാണ്. റസൂലുള്ളാഹി തങ്ങൾ വന്നതിന് ശേഷം അത് ആ കഷ്ണം അങ്ങ് ഒഴിവാക്കി, ആ വാലങ്ങ് ഒഴിവാക്കിയ റസൂലുള്ളാഹി തങ്ങൾ. അത് ശരിയാവില്ല. അത് അല്ലാഹു തആല പഠിപ്പിച്ച ദീനിലില്ല. അതുകൊണ്ട് അത് നിർത്തി മറ്റേതൊന്ന് സ്ഥിരപ്പെടുത്തി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. ഇന്നും നമ്മളും ചെല്ലുന്നത് അങ്ങനെ തന്നെയല്ലേ, ഇനി അങ്ങോട്ടും ചെല്ലുന്നത് അങ്ങനെ തന്നെയല്ലേ. ഇതൊക്കെ അബൂ ജഹൽ ചൊല്ലിയതാണോ നമുക്ക് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉത്തുബത്ത് ചൊല്ലിയതാണോ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് കിട്ടിയപ്പോൾ എന്തായിരുന്നു ഖുറൈശി കൂട്ടത്തോട് പറഞ്ഞത്? നിങ്ങളെ നിസ്കാരം, നിങ്ങളെ നോമ്പ്, നിങ്ങളെ സക്കാത്ത്, നിങ്ങളെ ഹജ്ജ്, നിങ്ങൾ ചെയ്യുന്ന ഉംറ, നിങ്ങളിപ്പോൾ ഈ ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം പള്ളി പരിപാലനം, നിങ്ങൾ ഈ കഅബാലയത്തെ പരിപാലിക്കൽ, ഇതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ ലാ ഇലാഹ പറയണം. ആ തലമുറ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ, ഇടയാളുകളെ, മരിച്ചുപോയ മഹത്തുക്കളെ ഇടയ്ക്ക് നിർത്തുന്ന അതിനു വേണ്ടി മെനക്കിടുന്നവരായിരുന്നു. അവർ ലാത്തക്ക് വേണ്ടിയിട്ട് റാത്തീബും മൗലൂദും കഴിക്കുന്നവരായിരുന്നു. ഉസ്സക്ക് വേണ്ടിയിട്ട് റാത്തീബും മൗലൂദും കഴിക്കുന്നവരായിരുന്നു.
അതേപോലെ തന്നെ വദ്ദുസുവായിന് വേണ്ടിയിട്ട് കുത്തിവെത്തി അയക്കുന്നവരായിരുന്നു. അത് ശരിയാവില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഖുറൈശികൾ അള്ളാഹുവിനെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഖുറൈശികൾ അള്ളാഹു മാലിക്കാണ് അംഗീകരിക്കുന്നവരാണ്. അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ. ഇതൊക്കെ ഖുർആൻ ഷരീഫിൽ പലതും നമ്മൾ തന്നെ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു ഖുറൈശികളോട്, ഖുറൈശികൾ അതിന് മറുപടി പറയുന്നു, അല്ലാഹുവാൻ 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 ലയഖൂലുന്നല്ലാഹ് ലയഖൂലുന്നല്ലാഹ് ലയഖൂലുന്നല്ലാഹ്. എന്ത് ചോദിച്ചാലും ഖുറൈശികൾ മറുപടി പറയും അള്ളയാണ് അള്ളയാണ്. അപ്പൊ അല്ലാഹു തആല ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് ഈ ഇടയ്ക്കിയാള് നിങ്ങൾ പറയുന്നു എല്ലാം അല്ലാഹുവാണ് എന്ന്, പിന്നെ ഈ ഇടയ്ക്ക് എന്തിനാണ്? ഖുൽ അഫലാ തത്തഖൂൻ ഖുൽ അഫലാ തതദക്കറൂൻ ഖുൽ ഫഅന്നാ തൂഫകൂൻ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ജാറത്തിന്റെ മായാജാലത്തിൽ പെട്ടുപോയത്? പിന്നെ നിങ്ങൾ എന്താണ് സൂക്ഷിക്കാത്തത്? നിങ്ങളെല്ലാം അള്ളയെന്ന് പറയുന്നു, പിന്നെ അള്ളാഹു എതിരായിട്ട്, അള്ളാഹ് കൽപ്പിച്ചതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നല്ലേ അള്ളാഹു തആല ഖുറൈശികളോട് സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ കിട്ടിയ നുബുവത്ത്, 43-ാമത്തെ വയസ്സിൽ കിട്ടിയ റിസാലത്ത് ഏതാണ്ട് 15 കൊല്ലത്തോളം അങ്ങേയറ്റത്തെ പരിശ്രമത്തോടെ 13 കൊല്ലം മക്കയിലും ഏതാണ്ട് 2 കൊല്ലത്തോളം മദീനയിലും ഈ കലിമ നിരന്തരമായി ഖുറൈശി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ഒന്നുമില്ല, അള്ളാഹു അല്ലാത്ത ഒന്നുമില്ല, അള്ളാഹു അല്ലാത്തവരെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഇവിടെ ഒന്നും ലാ മാലിക്ക ഇല്ലല്ലാ എന്നല്ല അർത്ഥം, ലാ റാസിക്ക ഇല്ലല്ലാ എന്നല്ല അർത്ഥം, അത് ലാ റബ്ബ ഇല്ലല്ലാന്റെ അർത്ഥമാണ്. ഇവിടുത്തെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മഅബൂദ ഇല്ലല്ലാ. ഇടയ്ക്ക് നിർത്താൻ പറ്റിയവൻ അള്ളാഹുവിന് വേറെ ആരുമില്ല. ഇത് അംഗീകരിക്കാൻ പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് ദഹിച്ചില്ല. അതെ, ഇപ്പോഴത്തെ നമ്മളെന്ന കാലഘട്ടത്തിലെ ഷിയാക്കൾക്ക് ദഹിക്കാത്തതുപോലെ അവർ റസൂലുള്ളാഹി തങ്ങളെ ചീത്ത പറഞ്ഞു, ദാ ഔലിയാക്കളെ ചീത്ത പറയുന്നവൻ, ദാ ഔലിയാക്കളെ തള്ളിപ്പറയുന്നവൻ. അള്ളാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാരെ നമുക്കും ഇഷ്ടപ്പെടണ്ടേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരല്ലേ നമ്മൾ വിളിക്കുന്നത്, അള്ളാഹിനെ കിട്ടാനല്ലേ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ആരും അള്ളാഹിനെ എതിർക്കുന്നവരല്ലല്ലോ. മുഹമ്മദ് പറയുന്നു അത് പറ്റൂല, അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ എന്ന് മുഹമ്മദ് പറയുന്നു. മുഹമ്മദ് പിരാതൻ മജ്നൂൻ, മുഹമ്മദ് ഷായിർ കവി, ഈ മുഹമ്മദിനെ ജീവിക്കാൻ വിട്ടൂടാ, ഈ മുഹമ്മദിനെ ഇവിടെ നിർത്താൻ പറ്റൂല. നമ്മൾ ആദർശത്തെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആദർശത്തെ ഒറ്റയടിക്ക് തകർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് മുഹമ്മദ്, കുടുംബ വഴക്കുണ്ടാക്കുകയാണ് മുഹമ്മദ്. അതുകൊണ്ട് പറ്റൂല. അഷ്റഫുൽ ഹക്കിനെ നിരന്തരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ചരിത്രങ്ങൾ ഇടക്കിടക്കൊക്കെ നാം പറയുന്നതാണ്. അഷ്റഫുൽ ഹക്കിനോട് അള്ളാഹു തആല പറഞ്ഞൊരു കാര്യം ചെയ്യും, മുഹമ്മദ് മുസ്തഫ മക്കയിൽ നിന്ന് തൽക്കാലം മദീനത്ത് പോയി താമസിച്ചു. മദീനത്ത് പോയി താമസിക്കുന്ന സന്ദർഭത്തിലാണ് നിരന്തരമായി മറ്റ് പല ചരിത്രവുമായിട്ടുള്ള ബന്ധം. ഇൻഷാ അല്ലാഹ് അള്ളാഹു മിമ്പർ അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് പലപ്പോഴായിട്ട് പറഞ്ഞ് തീർക്കാം. അതായത് മൂസ നബിന്റെ കാലഘട്ടത്തിലുള്ള ഇസ്രായേലി സംവിധാനത്തെ, ഇസ്മായിലി സംവിധാനത്തിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിന്റെ ചരിത്രവുമായി 2 ചരിത്രത്തെ ഒന്നിപ്പിച്ച് തുടർന്ന് അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ ഇനി മുഹമ്മദി താരീഖ് മാത്രം മതി എന്ന് അല്ലാഹു തആല തീരുമാനിച്ചതിന്റെ പിറകിൽ ചരിത്രപരമായ ഒട്ടനവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ മദീനയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. ഇവരൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. 15 കൊല്ലത്തെ റിസൾട്ട് വേണം. 15 കൊല്ലം ഈ പരിശ്രമം നടത്തിയതിൻ്റെ റിസൾട്ട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നു. മുഹമ്മദ് മുസ്തഫ 15 കൊല്ലമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കളും 15 കൊല്ലമായി അതിൽ പലരും മുഹമ്മദ് മുസ്തഫാന്റെ ശിഷ്യന്മാരും അനുയായികളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്ർ എന്ന സംഭവം ഉണ്ടാക്കിയത്. യുദ്ധത്തിന് വേണ്ടിയല്ല, ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഏതാണ്ട് 15 കൊല്ലമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ബദർ ഉണ്ടായത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു, ഓ മുഹമ്മദ്,
അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം മക്കയിൽ നിന്ന് സിറിയയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവരെ തടയണം വഴിയിൽ വെച്ച്. അല്ലാഹു തആല അഷ്റഫുൽ അറിയിക്കുകയാണ്. ആ കച്ചവട സംഘത്തിന്റെ പ്രത്യേകത മക്കയിലെ ഒറ്റ ആണും പെണ്ണും ഒഴിവില്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതായിട്ട്. അത്രമാത്രം വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇവർ പോകുന്നത്. അത്രയും വലിയൊരു കച്ചവട സംഘം മക്കത്തിന് മുമ്പ് പോയിട്ടില്ല. മക്കാർ കച്ചവടക്കാരാണ്. റിഹിലത്ത ശിത ഇവ സൈഫ് എന്ന് പറഞ്ഞത് മക്കാരെ പറ്റിയാണ്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അവരെ വഴിയിൽ പോയി തടയണം. അള്ളാഹുവിൻ്റെ കൽപ്പന. എന്തിനാണ്, എന്താണ് അള്ളാഹുവിൻ്റെ രീതി? അതില്ലല്ലോ. അള്ളാഹു അടിമകളോട് കൽപ്പിക്കുക, അടിമകൾ പ്രവർത്തിക്കുക. അത് എന്തിനാണ് ചോദിക്കുന്നത്? അവൻ്റെ സയൻസിൻ്റെ ഭാഗമാണ്. അതില്ല. എന്തിനാണ് ചോദിക്കുന്ന പരിപാടിയില്ല. എന്താണോ പറയുന്നത് അങ്ങനെ. സമീന വതൈന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മിമ്പറിൽ നിന്ന് എലാൻ ചെയ്തു, ബദറിലേക്ക് പുറപ്പെടുകയാണ്. എന്ത് ആവശ്യമാണ്? താല്പര്യമുള്ളവർ ഒരുങ്ങിക്കോളി. ഹദീസിൽ അങ്ങനെയാണുള്ളത്. താല്പര്യമുള്ളവർ ഒരുങ്ങിക്കോളി. അപ്പോൾ യുദ്ധത്തിനല്ലാന്നുള്ള കാര്യം വ്യക്തമാണ്. ആയുധം കരുതാൻ അഷ്റഫുൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വാഹനം കൂടുതൽ കരുതാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കരുതാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒന്നുമില്ല. ഒരു ഓപ്പൺ കൽപ്പന. എൻ്റെ ഒന്നിച്ച് ആരാ വരുന്നാളെല്ലാം വാ. ഏതാണ്ട് പുറപ്പെടാൻ നേരത്ത് ഒരു 300 കുറവുള്ള ആൾക്കാരാണ് ഒരുമിച്ച് കൂടിയത്. ആകെ 2 കുതിരയും 7 ഒട്ടകവുമാണ് അവരെ കയ്യിലുള്ളത്. വേറെ ആവശ്യമില്ല. യുദ്ധത്തിൻ്റെ മുന്നറിയിപ്പോ യുദ്ധം ചെയ്യണമെന്നുള്ള ഒന്നുമില്ല. അവിടെ പോകുന്നത് അബൂ സുഫിയാനെ തടഞ്ഞു നിർത്തിയിട്ടൊരു വാണിംഗ് കൊടുക്കലാണ്. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊരു വാണിംഗ് കൊടുക്കാൻ. കാരണം അതുവരെ അറബി മക്കത്തുനിന്ന് ആരോരും ഇല്ലാണ്ട് നാട് വിട്ടിട്ട് വന്ന പാവങ്ങളായിട്ട് ജീവിക്കുന്നവരല്ലേ മദീന റസൂലുള്ളാഹി ഞങ്ങളും സഹാബാക്കളും. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് ശക്തരാണ്, കളിച്ചാൽ ഞങ്ങളും കളിക്കും എന്ന് അബൂ സുഫിയാൻ്റെയിലൂടെ ഖുറൈശികളെ ഒന്ന് അറിയിക്കണം. ഇതാണ് ലക്ഷ്യം. യാത്രാ സംഘം ബദറിൻ്റെ ഏതാണ്ട് ഒരു 10-50 കിലോമീറ്റർ ഇപ്പുറത്തെത്തിയപ്പോൾ വിവരം കിട്ടി അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം സിറിയയിലേക്ക് വിട്ടുപോയി. ബദറിലില്ല, ബദർ വഴി വിട്ടുപോയി എന്ന്. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും മടങ്ങി. അവർ തിരിച്ചു വരുന്ന ദിവസം അറിയിക്കാൻ ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്തു. അബൂ സുഫിയാന്റെ കച്ചവട സംഘം മാസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. കച്ചവടം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഭയങ്കരമായ സാധന സാമഗ്രികളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ആ വിവരം അറിഞ്ഞു. ഇതേപോലെ സഹാബാക്കൾക്കിടയിൽ ഏലാൻ ചെയ്തു, അനൗൺസ് ചെയ്തു, അവർ തിരിച്ചു വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പുറപ്പെടണം. 313 ഒരഭിപ്രായത്തിൽ, 315 വേറെ അഭിപ്രായത്തിൽ, ഇത്രയേ ഉള്ളൂ ആൾക്കാർ ഒന്നിച്ച്. 240ഓളം അൻസാരികളും ബാക്കിയുള്ളവരും മുഹാജിരിങ്ങളും, മക്കക്കാരും മദീനക്കാരും. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും പുറപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ അബൂ സുഫിയാൻ്റെ വിവരം കിട്ടി, മദീനയിൽ നിന്ന് ആരൊക്കെയോ നമ്മളെ തടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വിഷയം അബൂ സുഫിയാന് കിട്ടി. അബൂ സുഫിയാൻ ഉടൻ തന്നെ മക്കയിലേക്ക് വിവരം അറിയിച്ചു. മക്കയിലുള്ളത് ആരാണ്? അബൂജഹൽ നേതാവ്. അവരുടെ സാങ്കേതിക അവൻ്റെ റവന്യൂ നേതാവ്, അവരുടെ റവന്യൂ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അബൂജഹലാണ്. അബൂജഹലിന് വിവരം കൊടുത്തു. അബൂജഹൽ എന്ത് ചെയ്തു? ധിക്കാരി 1000ഓളം വരുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചൊരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങി. പേര് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ, എതിരാളികളായ മുഹമ്മദ് മുസ്തഫാനെയും അനുയായികളെയും നശിപ്പിക്കാൻ. അബൂജഹൽ അവിടെ നിന്ന് പുറപ്പെട്ടു. കഅബാലയത്തിൽ പോയി അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. അതെ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹു അല്ലാത്തവരോട് അവർ ദുആ ചെയ്യാറില്ല. ബർക്കത്ത് മാത്രം ഔലിയാക്കൾക്ക് കൊടുക്കും. എമർജൻസി വിഷയത്തിൽ ഔലിയാക്കന്മാരെ പരിഗണിക്കൂല. അത് ഖുർആൻ തന്നെ പറഞ്ഞ വിഷയമാണ്. എമർജൻസി വിഷയത്തിൽ ഔലിയാക്കന്മാരെ പരിഗണിക്കൂല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹിനോട് മാത്രം ചോദിക്കും. ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടിയാൽ നന്ദി പറയുമ്പോൾ ഔലിയാക്കന്മാർക്കും കൂടി നന്ദി പറയും. ഇതല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? വിശദമായിട്ടല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. അബൂജഹൽ കഅബാലയത്തിനടുത്ത് പോയി 1000ഓളം വരുന്ന ആൾക്കാരെയും കൂട്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിൻ്റെ റബ്ബായ അള്ളാഹുവേ, ഈ വീട്ടിൻ്റെ റബ്ബായ അള്ളാഹുവേ, ഞങ്ങൾ 2 കൂട്ടർ തമ്മിൽ യുദ്ധത്തിനൊരുങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു പാർട്ടി ഹക്കിലാണ്, മറ്റേ പാർട്ടി ബാത്തിലാണ്. ഹക്ക് ഏത് ബാത്തിൽ ഏത് നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവെ നിനക്കാണ്. ഞാൻ തീരുമാനിക്കുന്നില്ല. ഹക്കിനെ നീ വിജയിപ്പിക്കണം, ബാത്തിലിനെ നീ പരാജയപ്പെടുത്തണം. സഹിയായ സനദിലൂടെ വന്നല്ലേ അത് അബൂജഹലിൻ്റെ ദുആ കഅബാലയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ച് ദുആ ചെയ്തത് അള്ളാഹുവിനോട്, അല്ലാഹ്, ഒരു ചെറിയ സംഘമാണ് ഞങ്ങൾ,
ഈ സംഘം പരാജയപ്പെട്ട് നശിച്ചാൽ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, പിന്നെ ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അബൂജഹൽ ദുആ ചെയ്തതും അള്ളാഹുവിനോട്, അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തതും അള്ളാഹുവിനോട്. പിന്നെ ബദർ ഉണ്ടായത് എന്തിന്? പിന്നെ എന്തിന് യുദ്ധമുണ്ടായി? അതെ, അബൂജഹൽ ദുആ ചെയ്തത് അള്ളാഹുവിനോട്, അള്ളാഹുവിനോടൊപ്പം പലരും ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ. മുഹമ്മദ് നബി ദുആ ചെയ്തത് അള്ളാഹുവിനോട്, അള്ളാഹിൻ്റെ ഒന്നിച്ച് വേറെ ആരും പറ്റൂല എന്ന വിശ്വാസത്തോടെ. ഈ മാത്രം എന്ന പ്രയോഗങ്ങൾ തമ്മിലാണ് യുദ്ധം നടന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. തൗഹീദിൻ്റെ വലുപ്പം, തൗഹീദ് റിസാലത്തിൻ്റെ വലുപ്പം എത്രത്തോളം നമ്മളിലും ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖുണ്ടെന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن شر خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.